നമ്മളിപ്പോൾ ഒരു ഫിഷ് ടാങ്കാണ് ഉണ്ടാക്കാൻ പോണ. കുടി തുടങ്ങിയില്ല. തുടങ്ങാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു കുളം നമ്മൾ ഉണ്ടാക്കേണ്ട പ്ലാനിങ്ങിലാണ്. പയ്യന്മാർക്ക് ഇത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു ഗൈസ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു മിനി അക്വേറിയം അല്ല, ഒരു ചെറിയൊരു കുളം അങ്ങനെ തന്നെ പറയാം. ഒരു മിനി കുളമാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത് തീരണ വരെ നമ്മൾ ഉണ്ടാകും നിങ്ങളോട്. നിന്റെ പേരെന്താ? നിന്റെയാ? വിഘ്നേഷ്, മനീഷ്, കിച്ചു. നമുക്ക് അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്കിൻ്റെ പണി ഏകദേശം തുടങ്ങിയിരിക്കുകയാണ്. കുഴി ആയി. ഇനി ഇത് വെട്ടി ലെവൽ ചെയ്തെടുത്ത ഒരു അടിപൊളി ഫിഷ് ടാങ്ക്. എന്താ ഏകദേശം ഒരു 2-2.5 അടിയോളം ഉണ്ട്. ഡേയ് മീൻ ആര് വാങ്ങും? നിന്റെ എത്ര ഉണ്ട്? എൻ്റെ 120 വരെ ഉണ്ട്. 120 രൂപയ്ക്ക് എത്ര മീൻ കിട്ടും? ഒരു ജോഡി കിട്ടും. ഒരു ജോഡിയാ 120 രൂപയ്ക്കാ? 120 രൂപയ്ക്ക് എന്തൊരു മീൻ വാങ്ങാൻ പോണു നീ? ഗപ്പിയാ? നിന്റെ പൈസ ഉണ്ടോ? പിന്നെ മീനോട് വാങ്ങായി കടയിൽ എങ്ങനെ രാവിലെ എടുത്ത് കൊടുക്കോ മീനിന്? പിന്നെ കടലിൽ നിന്ന് എടുത്തോണ്ട് വരും. നമുക്ക് പകടാ. ഏതാ തോട്ടിന്ന്? എൻ്റെ അപ്പച്ചിയുടെ വീട് അവിടെ ആയിരിക്കും. മണി വിത്ത് മീ നമ്മളിപ്പം പോയി തന്നെ മീൻ വാങ്ങും. വിട്ടു ഞാൻ കോടീശ്വരൻ നല്ലടേ. അയ്യോ തലടേ. ഇപ്പം മനീഷ് കുട്ടനാണ് ഇപ്പം ജോലി ചെയ്യണം. സോ ഗൈസ് ഇപ്പം ചെയ്യാൻ ചേട്ടനാണ് ജോലി ചെയ്യണം, കിച്ചു ചേട്ടനും ജോലി ചെയ്യണം, മിട്ടുവും ജോലി ചെയ്യണം. അപ്പൊ ഞാൻ എടാ ചെയ്യാൻ ചേട്ടൻ ഇല്ലേ? അപ്പൊ ജോലി ചെയ്യണാര്? മിട്ടു, കിച്ചു ചേട്ടൻ. ചെയ്യാൻ ചേട്ടൻ ഇപ്പം മരും. തളർന്നാടാ? ചേട്ടാ അത് വളഞ്ഞു. നമ്മട്ട് വളഞ്ഞു ഒന്ന് പൈസ ഇത് താങ്ക സാധനം കണ്ടാടാ. ആ ലഡ്ഡു സാധനം എടുത്തോന്നേ. മിട്ട് കഴിക്ക്. എങ്ങനെയുണ്ടാ? തളർന്നാ? എന്തൊരു വിട്ടു. ഒരു തുള്ളി വേഗപ്പോലെ ജോലി ചെയ്ത് ഇതെടുത്തോണ്ട് ചേട്ടന് സോനപ്പിപ്പിരി കൊടുക്കാം. ചേട്ടാ നീ വീട്ടിൽ പോയി വാങ്ങിച്ചോണ്ടോ? 2 ലിറ്ററിന്റെ സോനപ്പ് വാങ്ങിച്ചോണ്ടേ. പൈസ നിന്റെ ഉണ്ടല്ലോ, പോയിട്ടോ. നീഷേ വീട്ടിൽ പോയി വെള്ളം എടുത്തോണ്ടോ? ഓ മതി. ഞാൻ തളർന്നു. ഏകദേശം ഒരു എടാ ഒന്ന് ഇറങ്ങി നിന്നാണ്ട. അവന്റെ മുട്ടുവരെയൊക്കായി.
അപ്പോൾ കുഴി വെട്ടി കുഴി സെറ്റായിട്ടുണ്ട്. ഇനി അതിനെയാണ് കണ്ടിരിക്കുന്നത്. അവിടെ ടാപ്പളം കാണും. അതിനെ അവിടെ അങ്ങറ്റവും കിടക്കണം. ഓ എല്ലാം കിടക്കണതിനെല്ലാം എടുത്ത് കാണിച്ചിട്ട് വരാം. വാരൂ ഗായ്സ്, ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. ദാണ്ട് ഇതാണ് ടാർപ്പ. ദാണ്ട് ഇത് രണ്ടാമത്തെ ടാർപ്പ. കണ്ടോ? നമ്മൾ ഇതിനെ വെട്ടി ഇവിടെ ഇടും. ഇവിടെ ഇട്ടിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ നിരപ്പാക്കി സെറ്റാക്കും. ഇത്രയും വലിയ ഷീറ്റിന് ഈ 2ആയിട്ടോ 4ആയിട്ടോ മടക്കി വേണം അവിടെ വയ്ക്കാൻ പറ്റും. കാണിച്ചത് അടിക്കില്ല മടക്കടാ. ആരെടുത്തോണ്ട് അപ്പോ വേണ്ട പോ പോടാ മടക്കടാ. അതിനാ വിട്ടുങ്ങോ. എന്താ നീ വീഡിയോ എടു. ഇങ്ങനെ കിട്ടണേ. ഇല്ല ഇതൊക്കെ ഇവിടെ നിറച്ചോണെന്നാ മതിയേ. ഏയ് ഇതില് ക്യാമറ ആണ്. ഒരു മടക്കം കൂടി ഇനി കിച്ചണിനടുത്ത്. ഇത്രയും ഇവിടെ ഇത്രയും നടുക്കുന്ന കയറലില്ലെങ്കിൽ പകുതി കയറിയാൽ മതി. അപ്പോൾ ഈ താഴ്പ്പാടം നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം നല്ല വലുതാണ്. അപ്പഴാടാ നമുക്കിത് പകുതി നിൽക്കുക. പിച്ചാത്തുണ്ടോ? എൻ്റെ മറ്റേ മിഷ്യൻ്റെ അവിടെ വീട്ടിൽ മിഷ്യൻ്റെ ഉള്ളിൽ കത്തിരിയുണ്ട്. അതങ്ങ് എടുത്തിട്ട്. കത്തിരിയല്ല, അത് പിച്ചാത്തി, ചെറിയൊരു പിച്ചാത്തിയുണ്ട്. ഇവനാണ് എല്ലാത്തിനും കാണും. ഇവനെ ഈ കുഴി കടത്തു. ഞാൻ ഇപ്പൊ നോക്കിയോ കടത്തടാ. ഒരു ചാക്ക് പിടിക്കാൻ ഇത് വിലയില്ലാത്തവന്മാരാണല്ലോ കൊണ്ട് വൃത്തിയത്. അപ്പൊ ഇത് നമുക്ക് താഴെ ഇരിക്കാം. ഓക്കെ, ഉദ്ഘാടനമായി തുടങ്ങിയിരിക്കുന്നു. മാർ ചെറിയൊരു ഓട്ടോ കേട്ടോ, കുഴപ്പമില്ലല്ലേ. നമുക്കൊക്കെ ഓക്കെ, അതിനെ മടക്കി വെക്കാം. എന്താ കാണിക്കുന്നത്? വണ്ടർഫുൾ. ചേട്ടാ മീനെങ്കിലും നമുക്ക് ഒരു ദിവസം വെള്ളമൊക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ തുടങ്ങണേ. ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട്. ഇതിലിനി ഒരു ഷീറ്റും കൂടെ വിടിച്ചിട്ടാ ഓക്കെ, ഒരു ഫിനിഷിംഗ് ആണ്.
സന്തോഷം. അപ്പൊ കാണിച്ച് അതിനാ ഇങ്ങനെ പറയാം അല്ലെങ്കിൽ വിട്ടു വിട്ടു വിനീഷ് അങ്ങ് പോകും വിട്ടു കേട്ടോ ആ അങ്ങോട്ടോ വിട്ടു വിനീഷ് അങ്ങോട്ടോ വേണ്ട വേണ്ട പോടാ എൻ്റെ വിനീഷേ നീ വിനീഷിൻ്റെ അടുത്തോ എടാ മടക്കി കൊണ്ടുപോടാ ഗൈസ് ഇതിൻ്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഇവിടെ പറയില്ല ഞാൻ അത് പിടി ഒന്ന് മടക്ക് Sorry guys. Sorry guys. നീ മാർ. ഇതാണ് എൻ്റെ എത്രത്തോളായ അവസ്ഥ ഹായ് ഗൈസ് അപ്പോൾ തീർന്നു ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ പാർട്ട് 2 ഇനി നമ്മൾ സൗകര്യം പോലെ ഇടും സൗകര്യം പോലെ ഞാൻ പാർട്ട് 2 ഇടുന്നതായിരിക്കും എല്ലാവരും തളർന്നു പിള്ളേരൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ പോകണം ഹായ് ഗൈസ് ഇതാ മിട്ടു മനീഷ് കിച്ചു വിനീഷ് അപ്പോൾ ബൈ ടാറ്റാ അകത്തിടാനുള്ള മീൻ വാങ്ങാൻ പൈസയില്ല